അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളൊരു ഫ്രീ ഡേ കിട്ടിയാൽ എന്തൊക്കെ ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു ഫ്രീ ഡേ എന്ന് പറയുമ്പോൾ ഒരുപാട് ക്ലീനിങ്ങും കാര്യം അമ്മ മെയിനായിട്ട് തരുന്നത് വീട് വൃത്തിയാക്കുക, അടിച്ചുവാരുക, തുടയ്ക്കുക, ഇതൊക്കെയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ ഞാൻ പൊതുവെ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉള്ളപ്പോഴാണ് ഞാൻ കയറാറ്. പക്ഷെ എങ്കിൽ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട്, പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ അടുക്കളയിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇന്ന് പുറമേ ഉള്ള കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് അപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രാവിലെ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തുടങ്ങിയാൽ. അപ്പൊ തുടയ്ക്കാനുള്ള വെള്ളങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലിക്വിഡാണ് ഇവിടെ തുടയ്ക്കുന്നതിൽ ഒഴിച്ചു കൊടുക്കാറ്. നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് കൊടുക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമ്മളുടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞു പുറത്തോട്ട് ഇറങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചെടികളുടെ ഇടയിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ പുല്ലൊക്കെ വളർന്നിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ചെടികൾക്ക് എന്തായാലും ക്ലീനിങ് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ചെടി എന്തായാലും നശിച്ചു പോകുമല്ലോ. അപ്പോൾ എനിക്ക് എപ്പോഴും ടൈം കിട്ടാറില്ല, ഓഫീസും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് 7 മണി to 7 മണി ആണല്ലോ ഞാൻ പോവുകയും വരികയും ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായാലും നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ക്ലീൻ ചെയ്യാനും അതുപോലെ ചെടീൻ്റെ ഈ വളർന്നു നിൽക്കുന്ന ശാഖകളൊക്കെ വെട്ടിക്കളയുക, അങ്ങനെയാണല്ലോ പുതിയ പുതിയ ശാഖകളൊക്കെ പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടൈം കിട്ടാറില്ല. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ അതിനായിട്ട് സമയം കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചെടിത്തോട്ടം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയും ചെയ്യാം. ഒരുപാടൊന്നുമില്ല, പക്ഷേങ്കിൽ എനിക്ക് ചെടികൾ കുഴിച്ചിടുക, അതുപോലെ തന്നെ അതിൻ്റെ പൂവൊക്കെ കാണുക, അപ്പോൾ നമുക്ക് മൈൻഡ് ഒരു റിലാക്സേഷൻ കൂടിയാണല്ലോ നമുക്ക് ഇങ്ങനെ ചെടികളൊക്കെ അതിൻ്റെ പൂവൊക്കെ കാണുമ്പോൾ. അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് പൂന്തോട്ടങ്ങളൊക്കെ വേണമെന്നാണ് ആഗ്രഹം, പിന്നെ ടൈം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്കിന്ന് അതിലേക്കൊന്ന് ഇറങ്ങിയാലോ? ഓക്കെ, വാ, അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇത് നമ്മളുടെ മണി പ്ലാന്റ് ആണ്. ഇത് ഒരുപാട് വളർന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണമല്ലോ. അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ ആപത്തായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വള്ളിയൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വളച്ച് ഇതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനൊന്നും ആയിട്ടില്ല. നമുക്കിങ്ങനെ വേഗത്തിക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിതെല്ലാം കൂടെ ഒന്നിലാക്കിയിട്ട് വളച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. പിന്നെ നമ്മളുടെ റോസാപ്പൂ, നമ്മളുടെ അരിപ്പൂവാണേ, മഞ്ഞയാണ്. ഇത് എന്താണെന്നറിയില്ല, ഇതിൻ്റെ കളറിപ്പം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം മഞ്ഞയും വെള്ളയും കൂടിയൊക്കെ ഉള്ളൊരു കളറിലേക്കാണ് ഇത് വന്നത്. ഇതിലൊന്നും ഓവർ പുല്ലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഉള്ളതൊക്കെ ഞാനിങ്ങനെ പറിച്ച് കളയുന്നുണ്ട്. പിന്നെ ഇതും മറ്റൊരു മണി പ്ലാന്റ് ആണ്. ഞാൻ എവിടുന്നോ കൊണ്ടുവച്ച്, ഇതിൽ ഓൾറെഡി ഒരു ചെടിയുണ്ട്, പക്ഷേ ഞാൻ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും കുഴിച്ചിടണമല്ലോ, അപ്പോൾ നമ്മൾ അതിലേക്ക് കുഴിച്ചിടും. പിന്നെ ഇതിൽ ചെയ്യുന്നില്ലോ കാണുന്നുണ്ട്. ഇതൊരു വെറൈറ്റി ചെടിയാണ്. ഇതിനൊരു റോസ് പൂവാണ് ഉണ്ടാവുക. ഇതാണിത്, നിറച്ചും പൂവിടും. ഇപ്പം പൂവില്ല, ഇതാ മൊട്ടുണ്ട്. ഇതാ പിന്നെ നമ്മൾ പനിനീർ ചെടിയാണ്, കണ്ടില്ല? ഇതിലൊന്നും അധികം ഇല്ല. നമുക്കിതിലൊക്കെ ഇപ്പോൾ വളം ചെയ്ത് കൊടുക്കണം. നമുക്ക് ആദ്യം ഒന്ന് നോക്കണ്ട. ഇതിലൊക്കെ ഇതാ വെള്ളം കയറിയിട്ടുണ്ട്. നിറച്ച് വെള്ളമാണ്. നമ്മൾ വെള്ളമൊക്കെ അപ്പം നമുക്ക് പനിനീറിൻ്റെ കുറച്ച് താഴോട്ട് വെച്ച് വെട്ടിക്കളഞ്ഞാൽ മതി. ഉണ്ടായി പോയ പൂവാണ്. അപ്പം നമുക്കത് വെട്ടിക്കൊടുക്കാം. അപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂട്ടി വെട്ടിക്കൊടുത്താൽ ഇവിടെ നിന്നൊരു ശിഖരം ഉണ്ടായി വരുമല്ലോ. അപ്പോൾ നമുക്ക് ഓരോന്ന് വെട്ടിക്കൊടുക്കാം. അതുപോലെ 2 പൂവുണ്ടായതാണ്. അപ്പം നമുക്ക് ഇവിടെ വെച്ച് വെട്ടിക്കൊടുക്കാം. അതുപോലെ ഇതും നമുക്കിതാ ഇവിടെ വെച്ചിട്ട് വെട്ടിക്കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു പൂവുണ്ടേ, ഇതാ അടിപൊളി പൂവുണ്ട്. അത് നമുക്കൊന്നും നോക്കണ്ട, അതിൻ്റെ ഇടയിൽ തന്നെ വരുന്നുണ്ട്. നമുക്കിത് വെട്ടിക്കൊടുക്കാം. ഇത് വേറൊരു ചെടിയാണ്, 2 ചെടിയും കൂടെ മിക്സ് ആയിട്ടുണ്ട്. ചെടീൻ്റെ ഇടയിലൊക്കെ ഇതാ
ഈ ഒരു എന്താ പറയുക, പടർന്നു കിടക്കുന്ന ഒരു സാധനമുണ്ട്. എനിക്കിതിൻ്റെ പേരറിയില്ല. വള്ളി പോലൊരു സാധനമാണ്. നമ്മൾ ചെടീനെ ഒന്നായിട്ട് ഇങ്ങനെ പിടിച്ചങ്ങ് ഇതാക്കി കളയും. ഞാൻ ഇതിനകത്തുള്ള ഓരോന്നും ഇതിങ്ങനെ ക്ലീനായി കൊടുക്കണം. അപ്പോൾ ഇതിൽ പടർന്നിരിക്കുന്നതൊക്കെ ഞാനിങ്ങനെ വെട്ടിയിട്ട് ദൂരെ കളയുന്നുണ്ട്. ഇവിടെയും വീണ് കിടക്കുന്നുണ്ട്. നമ്മളിത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഇതിലമ്മ എന്തോ ഒരു ചെമ്പരത്തിപ്പൂ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അത് വാടിപ്പോയിട്ടൊന്നുമില്ല. ഇത് കണ്ടോ, വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് തന്നെ വെട്ടിക്കൊടുക്കാം. ഇത് അരിപ്പൂവാണേ. ഇപ്പം മഴയാനെ കൊണ്ട് എന്തായാലും അരിപ്പൂവൊക്കെ വേഗം വേഗം ഉണ്ടായിക്കോളും. ഇത് വെട്ടിയിട്ടിട്ടുണ്ട്. ഇതായിരുന്നു നമ്മളിപ്പോൾ നമ്മളോട് താഴോട്ട് വെച്ച് വെട്ടിക്കൊടുത്താലോ? വേണ്ട, അധികം വെട്ടി നമുക്ക് ഇതാക്കണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ 2 ചെടികൾ കണ്ട ഇപ്പം ഇറങ്ങിയ പുഴു, മഞ്ഞപ്പുഴു നിറച്ചുണ്ട്. മഞ്ഞപ്പുഴു. അപ്പോൾ ഗൈസ്, ഇത് നമ്മളുടെ വാഴയാണ്. വാഴ ചെറിയ കന്നാണ്. പിന്നെ ഇതൊക്കെ പടർന്ന് നിൽക്കുന്നതാണ്. നമ്മളെ അതൊരു പ്രത്യേകതരം ചെടിയാണ്. നിറച്ച് ഹോളായിരിക്കും. ഇവിടെ നമുക്കൊന്നും വെട്ടിക്കൊടുക്കാനൊന്നുമില്ല. കണ്ടില്ല, ഇവിടെയൊക്കെ മറ്റേ ചെടി പടർന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. പശുക്കളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ ശിവേട്ടനാണ്. ശിവേട്ടൻ പശുക്കളെ മേയ്ക്കാൻ ഇറങ്ങിയതാണ്. അപ്പം നമ്മളൊരു ലോകിയൊക്കെ പറഞ്ഞു. നമ്മൾ അരിപ്പ് പുത ഗൈസ്. മൊട്ടാണ് ഇത്. എന്താവണം. പിന്നെ ഇത് ഇങ്ങോട്ട് ഞാൻ ബോഗൺവില്ലയാണ്. ഇതെല്ലാം നിറയെ ബോഗൺവില്ലയാണ്. ഇത് ഞാനൊരു ബുഷ് പോലെ കുഴിച്ചിട്ടതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഈ 2 സൈഡിൽ ഞാൻ ഇതുപോലെ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ സപ്പോട്ട മരമാണ്. പക്ഷെ ഇതുവരെ ഒരു കായ് പോലും ഉണ്ടായിട്ടില്ല. കൂട്ടുകാരെ, മഴ വരാനുള്ള ചാൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു തരം വെറൈറ്റി ചെടികളാണ്.
അപ്പോൾ നമുക്ക് വളം ഇടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം മണ്ണൊന്ന് ഇളക്കി കഴിയുമ്പോൾ കുറച്ച് വളം കുറച്ച് നന്നായിട്ട് പിടിക്കും. എന്തെല്ലോ ഉണ്ട് ഇതിൻ്റെ അകത്ത്. വേര് നമ്മൾ ഇളകാതെ നോക്കണം. വേര് ഇളകിക്കഴിഞ്ഞാൽ പിന്നെ ചെടിയെ അങ്ങ് പോകും. നമ്മൾ മെയിൻ പണിയായതാണിത്. അതുപോലെ നമുക്ക് എല്ലാ ചട്ടി ഇതുപോലെ തന്നെ മണ്ണൊക്കെ ഇളക്കി കൊടുക്കാം. ടാസ്ക്കാണ് ഈ മണ്ണ് ഇളക്കുക എന്ന് പറയുന്നത്. കാരണം ചെടിയെ നമ്മൾ വേദനിപ്പിക്കാത്ത രീതിയിൽ വേണം ആക്കാൻ. പിന്നെ മുള്ളൊക്കെ ഉള്ള ചെടിയാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് പനിനീരാണ്. അപ്പോൾ ഇതിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. നമുക്ക് എല്ലാ ചട്ടിയും ഇതുപോലെ തന്നെ മണ്ണൊക്കെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ചാണകം ചാക്കിലാണ്. അപ്പോൾ നമുക്ക് ചാണകം ചാക്കുന്ന എടുക്കാം. അങ്ങനെ ചാണകം എടുക്കാം. മണ്ണ് കൊടുക്കണം. നമുക്കൊന്ന് മണ്ണൊക്കെ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ വെട്ടിയിട്ട കമ്പാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇറങ്ങിക്കോളും. നമുക്ക് ചാണകം ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ക്ലീനിങ്ങും ചെടികളുടെയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.